കൊണ്ടോട്ടിയിൽ കാണാതായ യുവാവിനെ കണ്ടെത്തിയെന്നൊരു വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. അന്നൂസ് റോഷനെയാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. യുവനെ തട്ടിക്കൊണ്ടുപോയി അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. തട്ടിക്കൊണ്ടുപോയി കൊടുവള്ളിയിൽ തട്ടിക്കൊണ്ടുപോയി യുവാവിനെയാണ് ഇപ്പോൾ കണ്ടെത്തിയത് മലപ്പുറത്തു നിന്നാണെന്ന് പറയപ്പെടുന്നു. 5-ാം ദിവസമാണ് അനൂസ് റോഷനെ കണ്ടെത്തിയത്. അനൂസ് റോഷനെ കണ്ടെത്തി എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. യുവാവിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അനൂസ് റോഷൻ്റെ ആരോഗ്യനിലയെക്കുറിച്ചോ അല്ലെങ്കിൽ അനൂസ് റോഷൻ എന്തെങ്കിലും പരിക്കുണ്ടോ, എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ചൊക്കെ അല്പസമയത്തിനും അറിയാൻ കഴിയുകയുള്ളൂ. എന്താണ് അതിലേക്ക് നയിക്കുന്നത്? ഈ പറയുന്ന സ്വർണ്ണക്കടത്തിൻ്റെ അധോലോകമൊക്കെ ഇതിലുണ്ട്. നേരത്തെ സമാനമായ രീതിയിൽ തട്ടിക്കൊണ്ടുപോകലും വഴിയിൽ ഉപേക്ഷിക്കലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള വഴികളിലായിരുന്നു. ഇതും അതുമായി സമാനമാണോ എന്ന കാര്യം അറിയില്ല. അഭിജിത്ത് മുഴക്കുന്ന വാർത്തയോട് ഒരുമിച്ചിരുന്നു. അഭിജിത്ത്, അനൂസ് റോഷനുമായി ആരെങ്കിലും സംസാരിച്ചോ? എന്താണ് ഉണ്ടായത് എന്ന് അനുവിൽ നിന്ന് അറിയാൻ കഴിയുന്നുണ്ടോ? അഷ്മി, നിലവിൽ ഇപ്പോൾ അനൂസ് റോഷനെ മലപ്പുറം കൊണ്ടോട്ടിയിൽ നിന്ന് കണ്ടെത്തി എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം. ഇയാളെ തട്ടിക്കൊണ്ടുപോയ സംഘം തന്നെ ഇയാളെ ഇവിടെ ഉപേക്ഷിച്ച ശേഷം കടന്നുകളഞ്ഞു എന്നുള്ളതാണ് സൂചന. കഴിഞ്ഞ 5 ദിവസമായി അനൂസ് റോഷൻ കാണാമറിയത്തായിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഒരു 7-അംഗ സംഘം വീട്ടിലെത്തുകയും ഇയാളെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തത്. അതിന് പിന്നാലെ വലിയ ഒരു അന്വേഷണം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായി. കഴിഞ്ഞ ദിവസങ്ങളിലായി 3 പേർ പോലീസിന്റെ കസ്റ്റഡിയിലായിരുന്നു. അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. ഈ 3 പേരും ഈ തട്ടിക്കൊണ്ടുപോയ പ്രതികൾക്ക് സഹായം നൽകിയവരാണ്. ഏതായാലും ഈ മുഖ്യ പ്രതികളിലേക്ക് എത്താൻ പോലീസിന് നിലവിൽ കഴിഞ്ഞിട്ടില്ല. പോലീസ് അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലുമാണ്. കഴിഞ്ഞ ദിവസം പോലീസുമായി സംസാരിക്കുമ്പോൾ നൽകിയൊരു വിവരം, ഇയാളെ കൊണ്ടുപോയത് മൈസൂരിലേക്കാണോ എന്നുള്ളൊരു സംശയം പോലീസിനുണ്ടായിരുന്നു. ഒരു പക്ഷേ പ്രതികൾ ഇയാളെ ഇവിടെ ഉപേക്ഷിച്ച ശേഷം മൈസൂരിലേക്ക് അല്ലെങ്കിൽ കർണാടകയിലെ മറ്റേതെങ്കിലും ഭാഗങ്ങളിലേക്ക് കടന്നു കളയാനുള്ള ഒരു സാഹചര്യമുണ്ട്. നിലവിൽ ഏതായാലും ഇപ്പോൾ അനൂസ് റോഷനെ ഇവിടെ വെച്ച്, അതായത് മലപ്പുറം കൊണ്ടോട്ടിയിൽ വെച്ച് കണ്ടെത്തി എന്നുള്ളതാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. മറ്റേതെങ്കിലും തരത്തിലുള്ള പരിക്കുകളുണ്ടോ, എന്താണ് സംഭവിച്ചത് എന്നതടക്കമുള്ള വിവരങ്ങളിൽ നിലവിൽ നമുക്കൊരു വ്യക്തതയില്ല. അത് അല്പസമയത്തിനകം തന്നെ നമുക്ക് അക്കാര്യത്തിൽ കൂടി ഒരു വ്യക്തത ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ചില സാമ്പത്തിക തർക്കം, വിദേശത്ത് വെച്ചുണ്ടായ ചില സാമ്പത്തിക തർക്കങ്ങളുടെ ഭാഗമായാണ് ഇത്തരത്തിൽ അനൂസ് റോഷനെ ഈ സംഘം ഇവിടെ നിന്ന് സ്വന്തം വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയത് എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. അനൂസ് റോഷന്റെ സഹോദരനായ അജ്മൽ റോഷൻ വിദേശത്താണ്. അവിടെ വെച്ച് ചില സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു. ഈ അജ്മൽ റോഷനുമായി ബന്ധപ്പെട്ടായിരുന്നു ആ സാമ്പത്തിക ഇടപാടുകൾ. അതിന്റെ ഭാഗമായി ഈ കൊട്ടേഷൻ നൽകുകയും അതിനെ തുടർന്ന് ഒരു സംഘം വീട്ടിലെത്തി ഈ അനൂസ് റോഷനെ തട്ടിക്കൊണ്ടുപോയി. ഇതാണ് നിലവിൽ ലഭ്യമാകുന്നത്. അനൂസ് റോഷനെ കണ്ടെത്താൻ കഴിയാത്തതിന്റെ ഒരു ആശങ്ക കുടുംബം പങ്കുവച്ചിരുന്നു. കഴിഞ്ഞ 5 ദിവസമായി എവിടെയാണ് എന്നതിനെ കുറിച്ച് പോലും ഒരു വ്യക്തതയില്ല എന്നുള്ള ഒരു ഉത്കണ്ഠ കുടുംബം പങ്കുവെച്ചതാണ്. അതിനിടയിലാണ് സുപ്രധാനമായ ഒരു വിവരം നിലവിൽ ലഭ്യമാകുന്നത്. കൊണ്ടോട്ടിയിൽ വെച്ചാണ് അനൂസ് റോഷനെ കണ്ടെത്തിയിരിക്കുന്നത്. ഒരു പക്ഷേ ഈ സംഘം തന്നെ ഇവിടെ ഈ അനൂസ് റോഷനെ ഉപേക്ഷിച്ച ശേഷം കടന്നു കളഞ്ഞതാകാം. ആ ഒരു നിഗമനത്തിനാണുള്ളത്. ഈ പിടിയിലായ 2 പേർ, അതായത് കഴിഞ്ഞ ദിവസം മുഹമ്മദ് റിസ്വാൻ, അനസ് എന്നിവരെ പോലീസ് പിടികൂടിയിരുന്നു. അവരെ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തുകയും തുടർന്ന് അവർ ഇതിന്റെ ഭാഗമായി പ്രവർത്തിച്ചു എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയുമായിരുന്നു. ഇവരുടെ സ്വദേശം കൊണ്ടോട്ടിയാണ്. അപ്പോൾ എന്താണ് ഈ കൊട്ടേഷൻ സംഘത്തിന് കൊണ്ടോട്ടിയുമായുള്ള ബന്ധം എന്നതിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഏതായാലും ഏറ്റവും ആശ്വാസകരമായ കാര്യം ഇയാളെ കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ നമുക്ക് ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഹാഷ്മി, തട്ടിക്കൊണ്ടുപോയ അനൂസ് റോഷനെ കണ്ടെത്തി എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വാർത്ത. ഈ കഴിഞ്ഞ ശനിയാഴ്ചയാണ് വീട്ടിൽ നിന്ന് അനൂസ് റോഷനെ തട്ടിക്കൊണ്ടുപോയത്. അതുമായി ബന്ധപ്പെട്ട് അജ്മൽ റോഷൻ, അനൂസിൻ്റെ പ്രവാസിയായ സഹോദരൻ, ചില കേസുകളിലൊക്കെ എന്തോ പ്രതിയാണ് എന്നൊക്കെ അപ്പോൾ പറഞ്ഞു കേട്ടിരുന്നു. എൻ്റെ കാര്യങ്ങൾ സ്ഥിരീകരണം വിവരമൊക്കെ മാറട്ടെ. എന്തായാലും ചില സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള തട്ടിക്കൊണ്ടുപോകലാണ്. ആരാണ് തട്ടിക്കൊണ്ടുപോയത്, എന്തായിരുന്നു ഉദ്ദേശം എന്നൊക്കെ ഇനി വ്യക്തമാകേണ്ടതാണ്. എന്തായാലും ഏതെങ്കിലും തരത്തിലുള്ള അപായങ്ങളൊന്നുമില്ല. അനൂസ് റോഷൻ തിരികെ വരുന്നത് വീട്ടുകാർക്ക് ആശ്വാസമാണ്.